ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്നൊരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കൂർക്ക തീയൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ തൊലി കളയാം. കൂർക്കയുടെ തൊലി കളയാൻ വേണ്ടി കൂർക്ക ഞാൻ ആദ്യം ഒരു കോട്ടൺ ബാഗിൽ ഇട്ടിട്ട് മുറ്റത്തുള്ള ഒരു വലിയ കല്ലിൽ പതുക്കെ പതുക്കെ അടിച്ച് കുറേശ്ശായി തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ബാക്കി കുറച്ചുകൂടി തൊലി കളയാനുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കത്തി കൊണ്ട് കളയാം. ഇനി നമുക്കിത് കത്തി കൊണ്ട് മുറിക്കാം. കൂർക്ക തീയലിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 200 ഗ്രാം കൂർക്കയാണ് ഞാൻ എടുത്തത്. പിന്നെ ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഒരു 1/4 കട്ടോരി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇങ്ങനെയാണ് എടുത്തത്. ചീനച്ചട്ടി ചൂടായപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലി ഇട്ടിട്ട് ഒന്ന് വറക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം വറ്റൽ മുളകും ചേർക്കാവുന്നതാണ്. മല്ലി ഏകദേശം വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ടിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും വറവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് കുറച്ചു നേരം തണുക്കുന്നതിന് വേണ്ടി വെക്കാം. എന്നിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. മല്ലിയും തേങ്ങയും തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും കൂർക്കയും വഴറ്റിയെടുക്കാം. പാനിലേക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് വല്ലാതെ പൊട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തൊലി കളഞ്ഞ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയുടെ സൈസ് ഓർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്ക മുറിച്ചിട്ട് അധിക നേരം വെക്കരുത്, വെച്ചാൽ അതിന്റെ കളർ ചേഞ്ച് ആവും. ഇതാ കണ്ടില്ലേ, ഇതിന്റെ കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂർക്ക അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ കറ പിടിക്കും. ആ കറ കളയാൻ ഒരു വിദ്യ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. കൂർക്ക ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പുളി പിഴിഞ്ഞിട്ട് അതിൽ കുറച്ചു നേരം തിളപ്പിക്കാം. പുളി ഇങ്ങനെ ഞെരടുമ്പോൾ പുളിയുടെ സത്ത് മുഴുവൻ കിട്ടുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ പറ്റിയ കറ മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. മല്ലിയും തേങ്ങയും വറുത്തത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. കൂർക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരവ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. കൂർക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.